ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ നടക്കുന്ന നെയ്യാറ്റിൻകരയിൽ 69-കാരനായ ഗോപൻ സ്വാമിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ്. നെയ്യാറ്റിൻകരയിലെ സിദ്ധൻ ഭവനിൽ താമസിക്കുന്ന ഗോപൻ സ്വാമി സുഖമില്ലാത്തതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ അദ്ദേഹം അന്തരിച്ചുവെന്നതാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബം ഗോപൻ സ്വാമി സമാധി അഥവാ അന്തിമധ്യാനത്തിലെത്തിയതായി അവകാശപ്പെട്ടു. ഗോപന്റെ അവസാന ആഗ്രഹങ്ങളനുസരിച്ച് വീട്ടുക്ഷേത്രത്തിനു സമീപം ഒരു കോൺക്രീറ്റ് വടത്തിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഗോപൻ സമാധിയിലെത്തി എന്ന് വില്ലേജിൽ അറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ അധികൃതർ ഇടപെടുകയായിരുന്നു. അസാധാരണമായ സംസ്കാര രീതി, ആവശ്യമായ അനുമതികളുടെ അഭാവം എന്നിവ കാരണം സംഭവത്തിൽ സംശയങ്ങൾ ഉയർന്നു. ജില്ലാ കളക്ടർ അനുകുമാരി മൃതദേഹം പുറത്തെടുത്തു ഫോറൻസിക് പരിശോധന നടത്താൻ പോലീസിനോട് ഉത്തരവിടുകയായിരുന്നു. മരണകാരണം, സമയത്തെ സംബന്ധിച്ചും വ്യക്തത നേടുക എന്നതാണ് അന്വേഷണത്തിന്റെ ലക്ഷ്യം. മൃതദേഹം പുറത്തെടുക്കാൻ അധികാരികൾ എത്തിയപ്പോൾ ഗോപന്റെ കുടുംബം ശക്തമായ എതിർപ്പുകൾ കാട്ടി. ഭാര്യ സുലോചന, മകൻ രാജസേനൻ എന്നിവരാണ് പ്രധാന എതിർപ്പുകൾ ഉയർത്തിയത്. സമാധി തകർത്ത് ശരീരം പുറത്തെടുക്കുന്നത് അനുവദിക്കില്ലെന്ന് അവർ അറിയിക്കുകയും സംസ്കാരമനുസരിച്ച് മൃതസംസ്കാരം ചെയ്തതാണെന്ന് വാദിക്കുകയും ചെയ്തു. സംസ്കാരത്തോട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് വിവിധതരത്തിലുള്ള വ്യത്യാസമുള്ള മൊഴികൾ ഉയർന്നു. ആദ്യം മകൻ രാജസേനൻ ഗോപൻ സ്വയം സമാധി ഗൃഹത്തിലേക്ക് നടക്കുകയായിരുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു മകൻ സനന്ദൻ ഗോപൻ മരിച്ചശേഷം കുളിപ്പിച്ച് സമാധി സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. ഒരു ബന്ധു ഗോപന്റെ മരണം നടന്ന് വീട്ടിൽ എത്തിയപ്പോൾ ഗോപൻ കിടപ്പിലായിരുന്നുവെന്നും ഗുരുതരമായ സുഖക്കേടുണ്ടായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മൃതസംസ്കാരത്തിനായി സംസ്കാരം താൽക്കാലികമായി നിർത്തിവെച്ചു. തിരുവനന്തപുരത്തെ സബ് കളക്ടർ ആൽഫ്രഡ് ഒ.വി. കുടുംബത്തെ ആശ്വസിപ്പിച്ച് പ്രശ്ന പരിഹാരത്തിനുള്ള ഉപായങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അധികാരികൾ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും കലഹങ്ങൾ ഒഴിവാക്കാനായുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്യും. പ്രത്യേകമായി ചില ഇന്ത്യൻ ആത്മീയ പാരമ്പര്യങ്ങളിൽ സമാധി മതനിരീക്ഷണത്തിന്റെ അന്തിമഘട്ടമാണെന്നും ഈ അവസ്ഥയിൽ നിൽക്കുന്നവരെ സംസ്കാരപൂർവ്വം മണ്ണടക്കുകയാണെന്നും കാണിക്കും. എന്നാൽ ഇത്തരം രീതികൾ അപൂർവമായാണ് നടപ്പാക്കുന്നത്. ആവശ്യമായ നിയമ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യത്തിൽ സാംസ്കാരിക പ്രശ്നങ്ങൾ തമ്മിലുള്ള യോജനം സൂക്ഷ്മമായ ശ്രമം ആവശ്യമാണ്. അധികാരികൾക്ക് സംഘർഷരഹിതമായ സമാധാനം ഉറപ്പുവരുത്തുകയും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ്.